നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM-ന് വായ്ക്കരി ഇട്ടിട്ട് പിണറായി വിജയൻ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങത്തുള്ളോ? പാതാള കുഴിയിൽ കിടക്കുന്ന പാർട്ടിയെ മണ്ണിട്ട് പുതയ്ക്കാനുള്ള വ്യഗ്രതയാണ് പിണറായി വിജയൻ കാണിക്കുന്നത്. വിജയ സാധ്യതയുള്ളവരെ വെട്ടിനിരത്തി പാർട്ടിക്ക് പട്ടടയൊരുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പച്ചയ്ക്ക് തുറന്നടിക്കുകയാണ് പാർട്ടി പ്രവർത്തകരും മുതിർന്ന ചില നേതാക്കളും. ഇപ്പോൾ പാർട്ടിയിൽ വലിയൊരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് KK ശൈലജയും. തന്നെ വെട്ടിയൊതുക്കാനുള്ള നീക്കം പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയ ശൈലജ ടീച്ചർ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനുള്ള തിരക്കിട്ട ചർച്ചകൾ തുടങ്ങി. എന്നാൽ പിണറായി ഇക്കുറിയും പാർട്ടിയിൽ തന്റെ എതിരാളികളെ പുറത്തു നിർത്തുകയാണ്. P. ജയരാജൻ, ശൈലജ, G. സുധാകരൻ, തോമസ് ഐസക് ഇവരെല്ലാവരും വേലിക്ക് വെളിയിൽ നിൽക്കട്ടെ എന്ന കടും പിടുത്തത്തിലാണോ പിണറായി എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. KK ശൈലജയ്ക്ക് സീറ്റ് കൊടുക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നിടത്ത് നിന്ന് മത്സരിക്കണം എന്നുള്ള വാദമാണ് പിണറായി ഉയർത്തുന്നത്. എന്നാൽ എനിക്കതിന് സൗകര്യമില്ല എന്നുള്ള വെടിപൊട്ടിച്ചിരിക്കുകയാണ് KK ശൈലജ. കണ്ണൂരിലും ആലപ്പുഴയിലും ഒക്കെ പാർട്ടിയിൽ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. MV ഗോവിന്ദനും വിജയനും ചേർന്ന് കളിക്കുന്ന പേക്കൂത്ത് പാർട്ടിയുടെ കുഴി തോണ്ടുന്നു. ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റൊരു വഴിക്കൂടെ വലിയ വിവാദമായി കത്തിപ്പുകഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ പ്രതിസന്ധികൾ ഒരുപാടാണ് CPM-ന്. എന്നിട്ടും വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള ഈ കളി നാശത്തിനാണെന്ന് മുതിർന്ന നേതാക്കൾ ഓർമ്മപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയയിലും ചാനലുകളുടെ സർവേകളിലും അടക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യത്തിൽ CPM-ൽ പലപ്പോഴും രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നത് KK ശൈലജയാണ്. വടകരയിൽ തോറ്റുവെങ്കിലും ശൈലജയുടെ ജനപ്രീതി കുറഞ്ഞിട്ടില്ല എന്ന സൂചനയായി ഇതിനെ വിലയിരുത്തുന്നുമുണ്ട്. എന്നാൽ ശൈലജയുടെ ഈ ജനപ്രീതി പാർട്ടിയിലെ ചില നേതാക്കളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് പിണറായി വിജയനെ. കണ്ണൂരിലെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ ആദ്യ ഘട്ടത്തിൽ ശൈലജയുടെ പേര് പരിഗണിക്കാതെ പോയതും ഈ നേതാക്കളുടെ അതൃപ്തി കാരണമാണെന്ന സൂചനയുണ്ട്. എന്നാൽ ശൈലജ ടീച്ചർക്ക് വേണ്ടി വലിയൊരു ശബ്ദമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ഉയരുന്നത്. പിണറായിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് പാർട്ടി ഉത്തരം നൽകേണ്ടതുണ്ട്. ഈ സ്ഥാനത്തേക്കുള്ള നേതാക്കളുടെ മത്സരമാണ് ഒതുക്കൽ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ KK ശൈലജയ്ക്ക് അതൃപ്തിയെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കരുത്തുറ്റ നേതാക്കളിൽ ചിലവരെ മാറ്റി നിർത്തിയുള്ള നീക്കം തിരിച്ചടിക്കും എന്നാണ് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നത്. MV ഗോവിന്ദന് നികേഷ് കുമാറിന് സീറ്റ് കൊടുക്കണമെന്ന വല്ലാത്ത താല്പര്യമാണുള്ളത്. എന്തിനാണ്, ചെന്ന് കിണറിൽ ഇറങ്ങാനാണോ എന്ന് പാർട്ടിക്കാർ തന്നെ പരിഹസിക്കുകയാണ്. ഇക്കുറിയും തന്നെ ഒതുക്കി നിർത്താനുള്ള, പാർട്ടിയിൽ നിന്ന് തന്നെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നീക്കമാണ് പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് ഏകദേശം KK ശൈലജയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പിണറായി വിജയൻ മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പിണറായി വിജയൻ അല്ലെങ്കിൽ മരുമകനെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതിനുവേണ്ടി റിയാസിന് വേണ്ടി പലരെയും പിണറായി ചവിട്ടി ഒതുക്കും എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ KK ശൈലജ ടീച്ചർ ഇപ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന നിലപാടാണ് KK ശൈലജ ഉയർത്തിയിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ നേരിട്ട് ശൈലജ ടീച്ചർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മട്ടന്നൂർ സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ മത്സരിക്കാനില്ല എന്നാണ് KK ശൈലജയുടെ നിലപാട്. പേരാവൂരിൽ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ KK ശൈലജയെ രംഗത്തിറക്കാൻ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന് താല്പര്യമുണ്ടെങ്കിലും UDF സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച് ഭാഗ്യ പരീക്ഷണത്തിനില്ല എന്നാണ് KK ശൈലജയുടെ നിലപാട്. അതായത് KK ശൈലജയ്ക്ക് കൃത്യമായി അറിയാം, മട്ടന്നൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഗംഭീര വിജയം KK ശൈലജയ്ക്ക് കിട്ടുമെന്ന് KK ശൈലജ പക്ഷക്കാരും പറയുന്നുണ്ട്. കാരണം മുൻപ് വലിയ ഭൂരിപക്ഷത്തോടെ ആയിരുന്നല്ലോ അവിടെ ശൈലജ ടീച്ചർ വിജയിച്ചു കയറിയത്. എന്നാൽ അവിടെ നിന്നും മാറ്റി പേരാവൂരിലേക്ക് കൊണ്ട് തള്ളാനുള്ള നീക്കം അത് പിണറായി വിജയന്റെ കുരുട്ടുബുദ്ധി തന്നെയാണ്. KK ശൈലജയെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് അകറ്റാനുള്ള നീക്കം. ഇവിടെയാണ് പിണറായി വിജയൻ പലതും കണക്ക് കൂട്ടുന്നത്. അതായത് താൻ കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തന്റെ മരുമകൻ അല്ലെങ്കിൽ തന്റെ ശിങ്കിടി, അവർ മതി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ CPM-ന്റെ തലപ്പത്തേക്ക് വരേണ്ടത്. പക്ഷെ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷവും അതുപോലെ തന്നെ KK ശൈലജയെ പിന്തുണയ്ക്കുന്നവർക്കും പറയാനുള്ള ഒരേ ഒരു പേര് KK ശൈലജ എന്ന് തന്നെയാണ്. ഇത് തനിക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി മാറിയതോടെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ശക്തമാകുന്നത്. എന്തായാലും മട്ടന്നൂരിൽ തനിക്ക് സീറ്റ് കിട്ടണം എന്നുള്ള കാര്യം
കെ ശൈലജ ടീച്ചർ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ് വിവരം. അതേസമയം കെ ശൈലജയെ വെട്ടിനിരത്താൻ സംസ്ഥാന നേതൃത്വം തന്നെ നാറിയ കളി സ്വീകരിച്ചതിൽ പാർട്ടിക്കുള്ളിലും അതൃപ്തിയുണ്ട്. 5 വട്ടം മത്സരിച്ചതിനാൽ ഇനി കെ ശൈലജ മത്സരിക്കേണ്ട എന്ന നിലപാടാണ് നേതാക്കൾക്കുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗം, അതായത് പ്രത്യേകിച്ച് കെ ശൈലജയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് പാർട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ ജനകീയതയുള്ള ഒരു നേതാവിനെ വേണം. കെ ശൈലജ അല്ലാതെ മറ്റാര് എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടേം വ്യവസ്ഥ മാറ്റി നിർത്തി കെ ശൈലജയ്ക്ക് മട്ടന്നൂരിൽ തന്നെ സീറ്റ് കൊടുക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഇനി നിർണായകമാകും. ഇതോടെ വ്യക്തമാകും ശൈലജയെ ഉൾക്കൊള്ളുമോ അതോ പുറത്തേക്ക് വലിച്ചിടുമോ എന്നുള്ള കാര്യം. പിണറായി ഇടപെട്ടാൽ മാത്രമേ ശൈലജയ്ക്ക് മട്ടന്നൂരിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ. സ്പീക്കർ എൻ ഷംസീറും അതൃപ്തിയിലാണ്. കടകംപള്ളി സുരേന്ദ്രന് പോലും വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും തലശ്ശേരിയിൽ നിന്നും തന്നെ ഒഴിവാക്കുന്നു എന്ന പരാതിയാണ് എൻ ഷംസീറിനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയെ ചവിട്ടി പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് കഴക്കൂട്ടത്തുള്ള CPM-ന്റെ പ്രാദേശിക നേതാക്കളും CPM-ലെ മറ്റു നേതാക്കളും ഒക്കെ ഉയർത്തുന്നത്. എന്നാൽ വീണ്ടും കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് കൊടുക്കാനുള്ള നീക്കം അത് ആത്മഹത്യാപരമാണ് എന്നറിഞ്ഞിട്ടും പിണറായി എന്തിനാണ് ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഷംസീറിനെയും ശൈലജയെയും ഒഴിവാക്കുന്നതാണ് CPM-ലെ ഇപ്പോഴത്തെ വലിയ പൊട്ടിത്തെറിക്കും ചർച്ചാ വിഷയവുമായി മാറിയിരിക്കുന്നത്. ഷംസീറിനെ മുൻപും ചതിച്ച ഒരു ചരിത്രമാണല്ലോ പിണറായിക്കുള്ളത്. അതായത് റിയാസിനെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഷംസീറിനെ മാറ്റി നിർത്തുകയായിരുന്നു. പിന്നീട് വലിയ പൊട്ടിത്തെറി ഉണ്ടായപ്പോഴാണ് സ്പീക്കർ പദവി കൊടുത്ത് ഷംസീറിനെ നിയമസഭയിൽ കൊണ്ടിരുത്തിയത്. തളിപ്പറമ്പിൽ സുകന്യയുടെ പേരിനോടും പാർട്ടിയിൽ വിയോജിപ്പ് ഉയർന്നിട്ടുണ്ട്. സുകന്യയെ വെട്ടാനാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനം. തളിപ്പറമ്പിൽ MV ഗോവിന്ദന് താൽപര്യം നികേഷ് കുമാറിനെയാണെന്നാണ് റിപ്പോർട്ടുകൾ. MV നികേഷിനെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലാണ് ഗോവിന്ദനുള്ളത്. എന്നാൽ ഇതിനെ എതിർക്കുകയാണ് മറ്റു പല നേതാക്കളും. വെറുതെ ഒരു സീറ്റ് എന്തിനു കൊണ്ട് തുലയ്ക്കുന്നു എന്നാണ് ചോദ്യം ഉയരുന്നത്. എന്നാൽ അതൊന്നും കേട്ട ഭാവം ഗോവിന്ദനും നടിക്കുന്നില്ല. സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിനെ ചൊല്ലി കണ്ണൂരിൽ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കെ ശൈലജയോടൊപ്പം തന്നെ മറ്റൊരു പേരും ഉയർന്നു വരുന്നത് P ജയരാജന്റെ കാര്യത്തിലാണ്. P ജയരാജന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ PJ ആർമി ഇക്കുറിയും അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. കാരണം പിണറായിക്കെതിരെ കണ്ണൂരിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ശക്തമാകുകയാണ്. കണ്ണൂരിൽ പിണറായിക്കും തലയ്ക്ക് മുകളിലുള്ള ആളാണ് P ജയരാജൻ. അതുകൊണ്ട് തന്നെയാണ് ജയരാജനെ ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തവണ സീറ്റ് കൊടുക്കണമെന്നുള്ളതാണ് ജയരാജൻ പക്ഷക്കാർ ആവശ്യപ്പെടുന്നത്. തലശ്ശേരിയിൽ ഫസൽ വധക്കേസിലെ പ്രതി കാരായി രാജൻ നിന്നാൽ മറ്റിടങ്ങളിൽ തിരിച്ചടിയാകുമോ എന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ആശങ്കയുണ്ട്. തലശ്ശേരിയിൽ സ്പീക്കർ എൻ ഷംസീർ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണമുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഇതോടെയാണ് ഷംസീർ പക്ഷക്കാരും ഇളകിയിരിക്കുന്നത്. എന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി ഒരു വിഭാഗം ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് MV ഗോവിന്ദൻ തന്നെയാണ്. കാരണം ഗോവിന്ദന് സീറ്റില്ലല്ലോ. അതുകൊണ്ട് ഭാര്യയ്ക്കെങ്കിലും സീറ്റ് കിട്ടി എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഗോവിന്ദന് നോക്കുന്നുണ്ട്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മുൻപന്തിയിലാണ് PK ശ്യാമളയുടെ പേര്. നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിനുള്ള 2 ടേം വ്യവസ്ഥ CPM പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും വിജയസാധ്യത കണക്കിലെടുത്ത് ഇതിന് ഇളവ് നൽകാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരുന്നു. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർക്ക് 3-ാം ഊഴം നൽകേണ്ട എന്ന വ്യവസ്ഥ കർക്കശമല്ലെന്നും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് നൽകുന്ന കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയിലാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടു. സിറ്റിംഗ് MLA മാറ്റിയാലും മണ്ഡലം നിലനിർത്താൻ കഴിയുമെങ്കിൽ പകരക്കാരെ നിർദ്ദേശിക്കാം. എന്നാൽ സിറ്റിംഗ് MLA അനിവാര്യമാണെന്ന് കണ്ടാൽ അവർക്കിളവ് നൽകി വീണ്ടും മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ കെ ശൈലജയുടെയും ഷംസീറിന്റെയും പേരുകൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ടേം വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ ശൈലജയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വമാകും അന്തിമ തീരുമാനമെടുക്കുക. ഷംസീറിന്റെ കാര്യത്തിലും അവസാന നിമിഷം അനുകൂല തീരുമാനമുണ്ടായേക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഷംസീർ പക്ഷക്കാരും. 2 ടൈം പിന്നിട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തെക്കുറിച്ച് തർക്കങ്ങളില്ലാതെ തന്നെ ഇളവ് നൽകാൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായിട്ടുണ്ട്. ജില്ലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി പരിശോധിക്കും. 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും സമാന്തരമായി നടത്തിയ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാകും മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന പട്ടികകൾ വിജയസാധ്യത മുൻനിർത്തി സംസ്ഥാന നേതൃത്വം തിരുത്തലുകൾ വരുത്തും. ഇതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയുടെ കൂടി അംഗീകാരം ലഭിക്കുന്നതോടെയാകും CPM-ന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുക.
കോട്ടയം മണ്ഡലത്തിലേക്ക് CPM സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഹരികുമാർ എന്നിവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അനിൽകുമാറാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവന്റെ പേര് മാത്രമേ ഉള്ളൂ. പുതുപ്പള്ളിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റെജി സക്കറിയ, KM രാധാകൃഷ്ണൻ, പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് P വർഗീസ് എന്നിവരുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ജയ്ക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി മത്സരിക്കാനില്ല എന്ന്. പുതുപ്പള്ളിയിൽ അമിത ആത്മവിശ്വാസം വേണ്ടെന്നും ഏകപക്ഷീയ വിജയം പ്രതീക്ഷിക്കേണ്ടെന്നും വിലയിരുത്തിയ CPM നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുപരിചിത മുഖങ്ങളെ ആകെ രംഗത്തിറക്കി വിജയം നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് നോക്കുകയാണ്. LDF ജയിച്ച പകുതിയിലേറെ സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റാണ് വരാൻ പോകുന്നത് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിനാൽ വിജയം മാത്രം മുൻനിർത്തിയാകും സ്ഥാനാർത്ഥി നിർണയം. പക്ഷേ അപ്പോഴും ഷംസീറിന്റെയും ശൈലജയുടെയും മറ്റു ചില നേതാക്കളുടെയും കാര്യത്തിൽ പിണറായി വിജയന് നല്ല കലിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒതുക്കിയിട്ടുള്ള ബാക്കി സീറ്റ് മതി എന്നുള്ള ഒരു തീരുമാനമാണോ പിണറായി എടുക്കുന്നത് എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ ശക്തമായി പുറത്തേക്ക് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്തിയ വിവിധ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ഓരോ മണ്ഡലത്തിലെയും വിജയ സാധ്യതയുള്ള നേതാക്കളുടെ പേരുകൾ അടങ്ങുന്ന റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകി വരികയാണ്. മന്ത്രിമാരടക്കം സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേരും മത്സരിക്കണമെന്നാണ് പൊതുവികാരം. ചുരുക്കം പേരെ മാറ്റി നിർത്താനും ആവശ്യമുയർന്നിട്ടുണ്ട്. കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തൃശൂർ, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് അടക്കം 10 സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം വിവിധ ഘടകങ്ങളിലെ ചർച്ചകൾക്കൊടുവിലാകും. വോട്ട് ചോർച്ച തടയാൻ ഇവിടങ്ങളിലെല്ലാം പാർട്ടി ചിഹ്നത്തിൽ തന്നെയാവും പോരിനിറങ്ങുക. കഴിഞ്ഞ തവണ 11 സ്വതന്ത്രരും 75 പാർട്ടി സ്ഥാനാർത്ഥികളും അടക്കം 86 പേരെ കളത്തിലിറക്കിയ CPM-ന് 5 സ്വതന്ത്രരടക്കം 67 പേരെയാണ് വിജയിപ്പിക്കാനായത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വശങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 18-അംഗ പൊളിറ്റ് ബ്യൂറോയിൽ കേരളത്തിന്റെ പ്രതിനിധികളായ 4 പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം A വിജയരാഘവനും ഇക്കുറി കളത്തിലിറങ്ങിയേക്കും. ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഗോവിന്ദൻ ഭാര്യയെ നിർത്തി ഒന്ന് പയറ്റി നോക്കാൻ ഇറങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ ഷംസീറിനെയും ശൈലജയെയും ഒതുക്കാനുള്ള ഒരു നീക്കം കണ്ണൂരിൽ നടക്കുമ്പോൾ അതേ മാതൃകയിൽ ആലപ്പുഴയിലും ചില വെട്ടിയൊതുക്കലുകൾ പിണറായി വിജയൻ നടത്തുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് ശക്തമാകുന്നത്. G സുധാകരനെ ഒഴിവാക്കാൻ കാണിച്ച തിടുക്കം തോമസ് ഐസക്കിനെ കൂടി വെട്ടാനുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അമ്പലപ്പുഴയിൽ മുൻ മന്ത്രി G സുധാകരനെ പരിഗണിക്കണമെന്ന ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ K രാഘവനും ഹരിശങ്കറും ഉന്നയിച്ചിരുന്നു. എന്നാൽ മാനദണ്ഡ പ്രകാരം കഴിഞ്ഞ തവണ മാറിയവരെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചയെ വേണ്ട എന്ന കർശന നിലപാടാണ് MV ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത്. സുധാകരനെ വെട്ടാൻ ഉപയോഗിച്ച ഈ മാനദണ്ഡം ലക്ഷ്യം വെക്കുന്നത് തോമസ് ഐസക്കിനെ കൂടിയാണ് എന്നുള്ള ഒരു ആരോപണം വരുന്നു. അരൂർ മണ്ഡലത്തിൽ തോമസ് ഐസക്കിന്റെ പേര് ഉയർന്നു വരുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും ഗോവിന്ദന്റെ നിലപാടോടെ അതും അടഞ്ഞിരിക്കുകയാണ്. തന്നെ ബോധപൂർവം ഒഴിവാക്കാനുള്ള നീക്കത്തിൽ ഐസക്ക് കടുത്ത അതൃപ്തിയിലാണെങ്കിലും തൽക്കാലം പരസ്യ പ്രതികരണത്തിന് മുതിരില്ല എന്നാണ് സൂചനകൾ. എന്നാൽ മത്സരിക്കാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചതായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ G സുധാകരന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് പാർട്ടി നേതൃത്വം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കാരണം CPM-നിട്ട് വെടിപൊട്ടിക്കാൻ സാധ്യതയുണ്ട് സുധാകരൻ. വിജയ സാധ്യതയുള്ള ജനകീയരായ മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കുന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം സംശയിക്കുന്നുണ്ട്. CPM-ൽ പിണറായി വിജയന് താഴെ അനിഷേധ്യനായ രണ്ടാമനാകാനുള്ള ഗോവിന്ദന്റെ കരുനീക്കമാണിതെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ അടക്കം പറയുന്നുണ്ട്. തനിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള എല്ലാ മുതിർന്ന നേതാക്കളെയും സംഘടനാ തത്വങ്ങളുടെ പേര് പറഞ്ഞ് വെട്ടിനിരത്തുകയാണെന്ന വികാരം പാർട്ടിയിൽ പുകയുന്നുണ്ട്. 2 ടേം പൂർത്തിയാക്കിയ U പ്രതിഭയ്ക്ക് ഇളവ് നൽകി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം ജില്ലാ സെക്രട്ടറി R നാസർ, KH ബാബുജാൻ എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. 1 ടേം മാത്രം പൂർത്തിയാക്കിയ ദലീമയ്ക്കൊപ്പം R നാസറിന്റെ പേരും നിർദ്ദേശിച്ചിട്ടുണ്ട്. കായംകുളത്തോ അരൂരോ നാസർ മത്സരിക്കാൻ സാധ്യത കൂടുതലാണ്. അമ്പലപ്പുഴയിൽ H സലാമിന് തന്നെ വീണ്ടും അവസരമെന്നാണ് വിവരങ്ങൾ. ഇതെല്ലാം സുധാകരനെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. സിറ്റിംഗ് MLA-മാർ തുടരണം എന്നാണ് ആലപ്പുഴയിലെ പൊതുധാരണ. PP ചിത്തരഞ്ജൻ, സജി ചെറിയാൻ, MS അരുൺകുമാർ എന്നിവർ വീണ്ടും ജനവിധി തേടും. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഈ ശുപാർശകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിച്ച ശേഷം ജില്ലകളിൽ വീണ്ടും ചർച്ച നടത്തും. സംസ്ഥാന സെക്രട്ടേറിയറ്റാകും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അതായത് പിണറായി വിജയനാണ് തയ്യാറാക്കുന്നത്. സംസ്ഥാന നേതൃത്വം സെക്രട്ടേറിയറ്റ് എന്നൊന്നും പറയണ്ട.
പിണറായി വിജയൻ തീരുമാനിക്കും, അവരെ നിർത്തും. മട്ടന്നൂരിൽ ശൈലജയെ നിർത്തിയില്ലെങ്കിൽ ശൈലജ മാറും എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കണ്ണൂരിലും ആലപ്പുഴയിലും ഇപ്പോൾ പാർട്ടിയിൽ പുകച്ചിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.